അമ്മേ അമ്മേ അമ്മ എവിടെയാ? എന്താ എന്താ ഞാൻ വിളിച്ചോ മോളെ? എന്താ ഒരു വിഷമം പോലെ? എന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ലല്ലോ? നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത? ഞാൻ വിചാരിച്ചു എക്സാം ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് വരുന്നത്. പരീക്ഷ എന്താ ടഫായിരുന്നോ? എന്താ നിന്റെ വിഷമം? അത് വല്ലവരും കൂടി തല്ലുകൂടിയോ? എന്താണ് അമ്മേ? പരീക്ഷയൊക്കെ നന്നായി കഴിഞ്ഞു. പരീക്ഷയൊന്നും മോശമായിരുന്നില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഇനി എന്ത് എന്നുള്ള ആ ഒരു വിചാരമായി തുടങ്ങി. കാര്യം നമ്മള് എൻട്രൻസ് എഴുതണം, നല്ല എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ കിട്ടണം എന്നൊക്കെ വിചാരിച്ചു. ഞാനും അതുപോലെ പഠിച്ചു. പക്ഷെ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അമ്മ അറിയണേ, ഇതൊക്കെ നടക്കണ കാര്യം വല്ലതും ആണോ അമ്മ? ഇപ്പോൾ അഥവാ എനിക്ക് റാങ്ക് നല്ലതൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കും, നമ്മൾക്ക് എവിടെയുണ്ട് അമ്മ എന്നെ പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പൈസ? അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നത്. ഇതപ്പോൾ ആലോചിച്ച് വിഷമിക്കാനുള്ളത്? നമ്മൾ നേരത്തെ തീരുമാനിച്ചത് തന്നെയല്ലേ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി പണയം വെച്ച് പഠിക്കാന്നുള്ളത്. ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അത് എനിക്ക് ചെയ്ത് എഞ്ചിനീയറിങ് എൻ്റെ കയറുക. അത് വലിയ മോഹത്തായിരുന്നു എഞ്ചിനീയർ ആവണമെന്ന്. അത് മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. എൻ്റെ അമ്മേ, ഇതൊക്കെ പറയാൻ നിസ്സാരമാണ്. എന്നാലും അമ്മ എന്താ വിചാരിക്കണേ? ഞാൻ പഠിച്ചു കഴിഞ്ഞ് എനിക്ക് ഉടനെ വലിയ കമ്പനിയിൽ ജോലി കിട്ടി ലക്ഷങ്ങൾ മേടിച്ച് അതുകൊണ്ട് നമ്മൾ ബാങ്കിന്റെ കടം വീട്ടു, ഇതൊക്കെയാണോ? പക്ഷെ അതൊന്നും അല്ല അമ്മ ഇന്നത്തെ സ്ഥിതി. ഇന്ന് ജോലി കിട്ടുന്നത് തന്നെ വളരെ തുച്ഛം പേർക്ക്. അത് തന്നെ ഓരോരുത്തർ 10,000-15,000 രൂപയ്ക്കൊക്കെയാണ് അവര് ജോലി ചെയ്യണം. അമ്മ അതിലും കപ്പലണ്ടി വിറ്റ് അതിലും പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. എത്ര പേരാ ബിടെക് കഴിഞ്ഞ് ജോലി ഇല്ലാണ്ട് ഉഴലണത്? എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഞാൻ എൻട്രൻസ് എല്ലാം എഴുതാം. പക്ഷെ എനിക്ക് നല്ല റാങ്ക് കിട്ടിയില്ലെങ്കിൽ വീട് പണയം വെച്ചിട്ടൊന്നും അങ്ങനെ എനിക്ക് പഠിക്കണ്ട. നമുക്ക് ആകെയുള്ള ഒരു കൊച്ചു വീടാണിത്. അത് വല്ല ബാങ്കുകാരും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ, എനിക്ക് ചില പദ്ധതികളൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വാസം വരില്ല. പക്ഷെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അമ്മ. ഞാൻ പ്രൈവറ്റായിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എന്തെങ്കിലും ഡിഗ്രി കോഴ്സിന് ചേരും. എന്നിട്ട് ഞാൻ നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഷോപ്പ് ഇടും. ഇപ്പോൾ ഫുഡ് ബിസിനസ്സൊക്കെ ചെയ്താൽ നല്ല വരുമാനം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവരൊക്കെ സമ്പാദിക്കുന്ന ഈ 10,000-20,000 ഒന്നും കിട്ടിയിട്ട് അതല്ല, അതിലും കൂടുതൽ പൈസ ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ ഈ വീട് കയ്യിൽ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് നമ്മൾ ഈ വീട് തന്നെ നന്നാക്കി ഞാൻ അമ്മയ്ക്ക് നല്ലൊരു വീട് പണിത് തരും അമ്മ. അതാണ് ഞാനത് നിശ്ചയിച്ചു കഴിഞ്ഞു. എനിക്ക് എല്ലാവരെയും പോലെ ഈ എഞ്ചിനീയറിങ് മെഡിസിൻ എന്നൊന്നും പറഞ്ഞ് പോവണ്ട. ഇതൊക്കെ പഠിച്ചിട്ട് പിന്നെ ഞാൻ ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്, ജോലിയൊന്നും ആയില്ല. എനിക്ക് സെൽഫ് മെയ്ഡ് ആവണം. ഞാൻ അതാണ് ചെയ്യുക. അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കിതെല്ലാം നിസ്സാരമാണ്. ആരെയും നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല അമ്മ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എഡ്യൂക്കേഷൻ വേണ്ടെന്നല്ല ഞാൻ പറയണത്, ഞാൻ സൈഡായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ ബിസിനസ്, വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ബിസിനസ്, അതൊന്നും ഞാൻ വരുമാനം ഉണ്ടാക്കും. അമ്മയ്ക്ക് അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ജീവിക്കാനുള്ള നല്ലൊരു വീടും സമ്പാദ്യവും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കും. ശരി മോളെ, മോളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ എങ്കിൽ നടക്കട്ടെ. ഞാൻ മോളുടെ കൂടെ ഉണ്ട്, വിഷമിക്കണ്ട അമ്മേ.